നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇവളെ ഒറ്റയൊരുത്തി കാരണം എന്റെ മാനം പോയി. ഇവൾ ഇങ്ങനെയാണെങ്കിൽ എന്റെ മോളെ ആളുകൾ തെറ്റിദ്ധരിക്കില്ലേ? അമ്മായി വിചാരിക്കുന്നത് പോലെ ഒന്നും നടന്നിട്ടില്ല. ഞാൻ കല്ലിൽ തട്ടി വീഴാൻ തുടങ്ങിയപ്പോ ആ സാറ് പിടിച്ചതാ. പിടിച്ചത് സാറല്ല, നല്ല പുളിങ്കമ്പ് നോക്കി പിടിച്ചത് നീയാ. ശിവാനി, നീ വായടയ്ക്ക്. എന്താ നടന്നതെന്ന് നിധി പറയട്ടെ. നിങ്ങൾ ആദ്യം നിങ്ങളുടെ അനന്തരവളുടെ വായ അടപ്പിക്ക്. അത് കഴിഞ്ഞിട്ടാവാം എന്റെ മോൾക്ക് നേരെയുള്ള ചാട്ടം. ഏട്ടാ വേണ്ട, ഞങ്ങൾക്ക് വേണ്ടി ഏട്ടൻ പ്രശ്നം ഉണ്ടാക്കണ്ട. എന്താ നടന്നതെന്നൊക്കെ ഞാൻ പറയാം. ഗൗതവും ഞാനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് സോഷ്യൽ മീഡിയയിലൂടെ ഇവൾ അറിഞ്ഞു. അതെ, ഇവൾക്കങ്ങ് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് എന്നെയും ഗൗതമിനെയും തമ്മിൽ തെറ്റിക്കാൻ ഇവള് ഗൗതമിനോട് അടുത്തോണ്ടിരിക്കുക. അല്ല, ഞാനും അയാളും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. പിന്നെ എങ്ങനെയാ മോളെ നിങ്ങൾ ഒരുമിച്ച് വന്നിറങ്ങിയത്? എന്റെ വാച്ച് പണയം വെച്ച് ആ സാറിന്റെ കയ്യിൽ നിന്ന് 160 രൂപ വാങ്ങിയിരുന്നു. ആ കാശ് കൊടുത്ത് വാച്ച് തിരികെ വാങ്ങാൻ ഞാൻ അയാളുടെ വീട്ടിൽ പോയി. ഓഹോ, അപ്പൊ നീ വീട്ടിലും പോയോ? നിങ്ങൾ തമ്മിൽ അത്രയ്ക്കങ്ങ് അടുപ്പായോ? അമ്മേ, ഇവൾ പറയുന്നത് പച്ച കള്ളവാ. ഗൗതമന്റെ കീഴിൽ ആയിരക്കണക്കിന് ജോലിക്കാരുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ ടേൺ ഓവർ ഉള്ള ആള് 160 രൂപ കൊടുത്ത് ഇവളുടെ വാച്ച് പണയം വാങ്ങിന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. അയ്യോ, അതാണ് സത്യം. ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് എന്നെ ഓട്ടോയിൽ കൊണ്ട് വിട്ടതാണ് അയാള്. നിർത്തടി നിന്റെ കഥാപ്രസംഗം.